അല്ല, എം.പിയെ കാണാനില്ല എന്ന് തൃശ്ശൂരിൽ ആർക്കാ പരാതിയുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് പരാതിയുള്ളത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നല്ല ലക്ഷണമാണ്. കാരണം ഈ ഗോകുൽ ഗുരുവായൂരിന് സുരേഷ് ഗോപിയെ കാണാനുള്ള ഒരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു പദ്ധതി ഉണ്ടാക്കാം, അതിന് നമുക്കൊരു പരിപാടി ഉണ്ടാക്കാം. ഇതൊരു തറ പബ്ലിസിറ്റിയാണെന്നേ. തറ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടൊരു പരാതി കൊടുക്കുന്ന നിലയിലേക്ക് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ അതപ്പതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ കുറച്ച് പുനഃസംഘടനാ ചർച്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ താനും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു തുണ്ട് പേപ്പറിൽ കൊണ്ടുവന്നിട്ട് പരാതി കൊടുത്തിട്ട് സുരേഷ് ഗോപിയെ കാണാനില്ലാന്ന് പറയുക. നാട്ടിൽ ആരാണെന്ന് ഇത് വിശ്വസിക്കുന്നത്? പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു കേന്ദ്രമന്ത്രി എവിടെ ഉണ്ടാവും എന്നതിനെ സംബന്ധിച്ച് പോലും വിവരമില്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാരനോട് എന്താണ് മറുപടി പറയാനുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുകയും സഭാ മേലധ്യക്ഷന്മാരടക്കമുള്ള ആളുകൾ അതിനെ അഭിനന്ദിക്കുകയും അവർക്ക് ആ കാര്യങ്ങൾ ബോധ്യമാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ട് എന്താണിപ്പോൾ നേടാൻ പോകുന്നത്? ഇത് തറ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ വോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാചകമടികളിൽ കോൺഗ്രസിൻ്റെ നേതാവ് അഖിലേന്ത്യാ തലത്തിൽ നടത്തിയതിന് ശേഷം ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരന്മാരെല്ലാം ഇങ്ങനെ വന്നോടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറയുകയാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ അദ്ദേഹത്തെ വ്യക്തിപരമായും അദ്ദേഹത്തിന് താമര അടയാളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാരെയും പരിഹസിക്കാൻ വേണ്ടിയിട്ട്, അപമാനിക്കാൻ വേണ്ടിയിട്ട്, ജനാധിപത്യത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ, CPM-കാർ, CPI-ക്കാർ നടത്തുന്ന മത്സര ഓട്ടമാണ്. ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ളതാണ്. ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. തൃശ്ശൂരിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സുരേഷ് ഗോപി അവിടുത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് മുന്നണികളുടെയും കാപട്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുകയും അദ്ദേഹം അവിടെ കൃത്യമായി പ്രശംസനീയമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ഇദ്ദേഹം മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കാണുന്നില്ലേ? ഏത് ദിവസങ്ങളിൽ എവിടെയാണ് അദ്ദേഹം എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വരുന്നില്ലേ?